അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ജംആക്കാൻ അനുവാദമുള്ളവർ ആരൊക്കെയാണ്? ജംഅ എന്ന് പറഞ്ഞാൽ രണ്ട് നമസ്കാരങ്ങൾ ചേർത്ത് നമസ്കരിക്കുക, മഗ്രിബ് ഇശാഉം അതേപോലെ ദുഹറും അസറും. ഇങ്ങനെ ഈ ഇളവ് സ്വീകരിക്കാൻ അവകാശപ്പെട്ടവർ ആരൊക്കെയാണ്? ഒന്ന് യാത്രക്കാരാണ്. യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഹദീസിൽ കാണാൻ കഴിയും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഇർതഹല ഖബ്ല അൻ തസീഖ അശംസു, അതായത് ദുഹറിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയാൽ അഖ്സറ ദുഹറ ഇലാ വഖ്തിൽ അസ്ർ, അസറിലേക്ക് ആ നമസ്കാരത്തെ മാറ്റും, അഥവാ ജംഉ തഖീർ നടത്തും. അസറിലേക്ക് ചേർത്താണ് അസറും ലുഹറും, അത് ആദ്യം ലുഹർ പിന്നെ അസർ, ആ ക്രമത്തിലാണ് പ്രവാചകൻ നിസ്കരിക്കുക. എന്നാൽ സുമന സലഫ ജമഅ ബൈനഹുമ, രണ്ട് നമസ്കാരവും ജമാഅത്ത് നമസ്കരിക്കും എന്നാണ് ഹദീസിന്റെ ആ ഭാഗം. ഫൈൻ സാഗത്തി ശംസു ഖബ്ല അൻ യർതഹില, ലുഹർ ആയ ശേഷമാണ് യാത്ര പോകുന്നതെങ്കിൽ ലുഹർ അവിടെ നമസ്കരിക്കും, സുമ റകിബ പിന്നെ യാത്ര പോകും എന്നാണ്. അപ്പോൾ യാത്രക്കാർക്ക് ജംആക്കാമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ രോഗികൾ, നിശ്ചിത സമയത്ത് നമസ്കരിക്കാൻ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് ജംആക്കി നമസ്കരിക്കാം. കൊടും മഴ, നല്ല തണുപ്പുള്ള കാലാവസ്ഥ, പുറത്തിറങ്ങാൻ പറ്റാത്ത തീഷ്ണമായ തണുപ്പുള്ള കാലാവസ്ഥ, ചെളി കൊണ്ട് നിറക്കപ്പെടുന്ന ഒരു അവസ്ഥ, അതേപോലെ തന്നെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പ്രയാസമുള്ള രൂപത്തിലുള്ള മഴയോ കാറ്റോ കൊടുങ്കാറ്റോ പേമാരിയോ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം, ഈ സാഹചര്യത്തിൽ അവർക്ക് ജംആക്കാവുന്നതാണ്. അതിന് തെളിവായി പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ജമഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ളുഹറ വൽ അസ്റ വൽ മഗ്രിബ് വൽ ഇശാ ബിൽ മദീന, മദീനയിൽ വെച്ച് പ്രവാചകൻ ലുഹർ അസ്റും മഗ്രിബ് ഇശായും ജംആക്കി നിസ്കരിച്ചു. ബിഗൈരി ഖൗഫിൻ വലാ മത്റിൻ, മത്രോ മഴയോ പേടിപ്പെടുത്തുന്ന പശ്ചാത്തലങ്ങളൊന്നുമില്ല. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ലിമ ഫഅല ദാലിക്, എന്താണ് ഇങ്ങനെ പ്രവാചകൻ ചെയ്തത്? അപ്പോൾ അദ്ദേഹം പറയാണ്, ലയുഹ്രിജു ഉമ്മതഹു, ഉമ്മത്തെ അതുകൊണ്ട് തന്റെ ജനതക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് പ്രവാചകൻ അങ്ങനെ നിസ്കരിച്ചത് എന്നാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള അത്യാവശ്യമായ അടിയന്തരമായ സാഹചര്യം, ഉദാഹരണത്തിന് ഡോക്ടർ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണ്, ലുഹറും അസറും കഴിഞ്ഞൊക്കെയാണ് പുറത്തിറങ്ങാൻ പറ്റുക, അപ്പൊ അസറിനോട് ചേർത്ത് ലുഹർ നമസ്കരിക്കാം. ലുഹറിനെ വാങ്ങി വിളിച്ച ശേഷമാണ് ഓപ്പറേഷൻ എങ്കിൽ ലുഹറിനോട് ചേർത്ത് അസർ നമസ്കരിക്കാം. അങ്ങനെയുള്ള സന്നിഗ്ധമായ ഘട്ടങ്ങൾ, അതേപോലെ തന്നെ ചില ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ സമയത്ത്, അതേപോലെ തന്നെ പരീക്ഷയുടെ സമയത്ത്, കടുത്ത സുരക്ഷാ ഭീഷണിയുള്ള സമയത്ത്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ജംആക്കാവുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.